ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെയൊന്നുമില്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. ഈ പിള്ളേരുടെ ആവേശവും അവരുടെ അത്യധ്വാനവും അവരുടെ ഒരു എന്താ പറയുക എനർജിയും എൻതൂസിയാസവും ഒക്കെ കണ്ടപ്പോൾ ഞാനൊക്കെ ഈ പ്രായത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് ആവേശവുമില്ല, എൻതൂസിയാസവുമില്ല, എനർജിയുമില്ല, പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രക്ഷപ്പെടുമോ, നന്നാവോ, ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള ഭയത്തിലാണ് ഞാനൊക്കെ തുടക്കകാലത്ത് വന്നത്. പക്ഷേ ഇവർ നല്ല ആത്മവിശ്വാസത്തോടുകൂടി ഫുൾ കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് പറഞ്ഞാലും ചെയ്യാവുന്ന തരത്തിൽ ഈ റോഷൻ്റെയൊക്കെ ഇവിടെയുള്ള മസിലുകൾ ഈ കാണുന്ന പോലെയൊന്നുമില്ല, ഇത് അഴിച്ചിട്ട പേടിയാവും. അതുപോലെ ഈ ചങ്ങാതി ഈ വിശാഖ് എൻ്റെ നാളാണ്. വിശാഖൊക്കെ ഈ നമ്മൾ സാധാരണ നമ്മൾ ആക്ടിങ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഒരു ക്യാരക്ടറിന് വേണ്ടി ഇത്ര എഫർട്ട് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യുന്ന പിള്ളേർ എനിക്കൊന്നും ജമ്മത്ത് പറ്റില്ല. ഞാൻ ഇപ്പോഴാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങിയത്, ഒരു 5-8 കൊല്ലമേ ആയിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത് ഇല്ലാതെ വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയത്. പക്ഷേ പിള്ളേർ സമ്മതിക്കുന്നു. ഈ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഇവർ പറയുന്ന പോലെ ഞാനല്ല ഇവരുടെ എനർജി, ഇവരായിരുന്നു ഈ സിനിമയിലെ. അല്ല, ഇത് സത്യം പറയുന്നതാണല്ലേ, ഞാനിതിനകത്ത് കള്ളത്തരം മരുന്നൊന്നും ചേർക്കത്തില്ല. ഇതുപോലെ നമുക്ക് ഇത്രയൊക്കെ പ്രായമായതൊക്കെ ശരിയാണ്, പക്ഷേ ഈ പിള്ളേരുമായിട്ടാണല്ലോ നമ്മളിനി അങ്ങോട്ട് മുട്ടേണ്ടത്. അപ്പോൾ ഇവന്മാർ ഓതിയാൽ നമ്മൾ പറന്നുപോയേ പോയില്ല. അതുകൊണ്ട് അതിനുള്ള തരത്തിൽ കുറച്ചുകൂടെയൊക്കെ ഒന്ന് എനർജിയും ആവേശവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇവർ എന്നെ ഈ സിനിമയിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്.